പഞ്ച് ബ്രേക്കില് ശ്യാമള ചേച്ചി ഇന്ന് നമുക്കൊരു കൊഞ്ച് തീയൽ ഉണ്ടാക്കിയാലോ? ആ ശരി. അപ്പൊ കൊഞ്ച് തീയലിന് നമ്മൾ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, നല്ലതായിട്ട് കുഞ്ഞായിട്ട് തിരുമിയത്, ഒരു 10 കൊച്ചുള്ളി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, ഒരു 4-5 തണ്ട് കരിയാപ്പില. അപ്പോൾ ഇത് നമുക്കൊന്ന് വറക്കാമേ. ഇത് കൊഞ്ച് ഒരു 1/2 കിലോ വരും. നമ്മൾ നാരെല്ലാം കളഞ്ഞത് റെഡിയാക്കി വെച്ചേക്കുന്നു. ഇനി ഇത് നോക്കിക്കാൻ നമ്മുടെ തേങ്ങ, നേരത്തെ നമ്മൾ പറഞ്ഞു പച്ച തേങ്ങ പൊടികൾ എല്ലാം കാണിച്ചിരുന്നു, അതിനെല്ലാം മൂപ്പിച്ച് വറുത്ത് വെച്ചേക്കുന്നു. ഇനി ഇതിനെ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം. ഒരു 2 വലിയ സവോളയും ഒരു 20-25 കൊച്ചുള്ളി അരിഞ്ഞതാണ് ഇത്, ഒരു 4 പച്ചമുളക്, ഒരു 2 തക്കാളി, ഒരു വലിയ പൊട്ടറ്റോ ആണ്. ഇനി ഒരു നല്ല ഒരു നെല്ലിക്ക വലുപ്പത്തിൽ, വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 തക്കാളി മാത്രമേ നമ്മൾ ചേർക്കുന്നത്. അപ്പം നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് സവോള, കൊച്ചുള്ളി, പച്ചമുളക്, പൊട്ടറ്റോ, തക്കാളി ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾ, ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി ഇച്ചിരി ഉപ്പ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. അരപ്പ് നന്നായിട്ട് അടിച്ചു വെച്ചേക്കുന്നത് കണ്ടോ, തേങ്ങ വറുത്തത് പൊടിയിട്ടത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ടേക്കുന്നത്. വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതൊന്ന് വെട്ടിത്തിളച്ചോട്ടെ. കണ്ടോ, നോക്കിക്കേ, നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നാര് കളഞ്ഞ കൊഞ്ച് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് വെട്ടിത്തിളച്ചോട്ടെ. കണ്ടോ, അപ്പം നന്നായിട്ട് വെന്ത് ചാറൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ബൗള്, കണ്ടോ, ഇതിന് 2 ഗ്ലാസ് വെള്ളം വരും, അത് ചേർത്ത് കൊടുക്കുകയാണേ. ഇത് വെട്ടിത്തിളച്ച് ചാറ് കുറുകി എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേനും പരുവാവും. അപ്പം ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നമുക്ക് നോക്കിയേക്കാം എല്ലാം പരുവാണോന്ന്. അപ്പം ചാറൊക്കെ നല്ല പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുക് വറുത്തത് ചേർത്ത് കൊടുക്കാം.